അറിയൂ. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. നമ്മുടെ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രമായി ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ആരാണ് ആ ക്ഷേത്രത്തെ, ശരീരത്തെ അറിയുന്ന ക്ഷേത്രജ്ഞൻ? അതിൻ്റെ ഉള്ളിലെ ചൈതന്യമായിട്ടുള്ള ദേവൻ, ബാഹ്യക്ഷേത്രത്തിൽ ഗർഭഗൃഹത്തിനകത്തിരിക്കുന്ന, ശ്രീകോവിലിനകത്തിരിക്കുന്ന ദേവൻ. ആ ദേവനും നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ദേവനും, ഈ ദേവനെ അറിയേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ശ്വേതാശ്വതരോപനിഷത്തിൽ പറയും, യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ. യഥാ എപ്രകാരമാണോ ചർമ്മവത് ആകാശം. എങ്ങനെ? ഒരു തോൽപ്പായ ചുരുട്ടി കക്ഷത്ത് വെച്ച്, നമ്മളിപ്പോൾ പായ ഉണ്ടല്ലോ, കിടന്ന് എണീറ്റ് അല്ലെങ്കിൽ കിടക്കാൻ വേണ്ടി പോകുന്നു, പൂരപ്പറമ്പിലേക്കൊക്കെ പോകുമ്പോൾ പണ്ട് കാലമൊക്കെ പായയൊക്കെ ചുരുട്ടി കക്ഷത്ത് വെച്ചിട്ട് ആളുകൾ നടന്നു പോകാറുണ്ട്. അതേപോലെ യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ. മാനവൻ അതിന് സദൃശമായി ഈ ആകാശത്തെ തന്നെ, പ്രപഞ്ചത്തിൻ്റെ ആകാശത്തെ, ഈ ആകാശത്തിലെ എല്ലാം നിലനിൽക്കുന്നത്, ആ ആകാശത്തെ ഇവൻ ചുരുട്ടി കക്ഷത്ത് വെച്ച് നടക്കാൻ പാകത്തിനായാലും, യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തഥാ ദേവമവിജ്ഞായ. ഏത്? ഈ അവൻ്റെ ദേവനെ അറിയാതെ ദുഃഖസ്യാന്തോ ന ഭവിഷ്യതി. ഈ ദുഃഖത്തിനൊരന്തം, ദുഃഖസ്യ അന്തഃ ന ഭവിഷ്യതി, ഒരിക്കലും ഭവിക്കില്ല എന്ന് പറയും. അപ്പോൾ ഉപനിഷത്തുകൾ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന ഒരു സത്യമാണ് സ്വരൂപ സാക്ഷാത്കാരം, സ്വരൂപത്തെ അറിയുക എന്നത് പരമപ്രധാനമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ അർജുനൻ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത് എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ, എന്താണ് ജ്ഞാനം, എന്താണ് ജ്ഞേയം എന്നുള്ളതാണ്. ഭഗവാൻ ഇവിടെ ഇനി അതിനെ വിസ്തരിക്കാൻ പോവുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധാപൂർവമുള്ള നിങ്ങളുടെ കേൾക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ ആരാധനാലയങ്ങളുടെയൊക്കെ പ്രസക്തിയും പ്രാധാന്യവും, അവിടെ പോയി ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെ താല്പര്യവും എങ്ങനെ നടത്തണമെന്ന അറിവും ഒക്കെ ഉണ്ടാവുന്നത്. തുടർന്ന് ഭഗവാൻ 3-ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തത് ജ്ഞാനം മതം മമ. സർവക്ഷേത്രേഷു. അപ്പം സർവക്ഷേത്രങ്ങളിലും എന്ന് പറയുമ്പോൾ സർവശരീരങ്ങളിലും. അത് ഒരു കാലുള്ളത്, 2 കാല്, 3 കാല്, 4 കാല്, 8 കാല്, കാലുള്ളത്, കാലില്ലാത്തത്, എണ്ണിയാലൊടുങ്ങാത്ത ഈ ജീവജാലങ്ങളെയെല്ലാം തന്നെ, അതെല്ലാം ശരീരമാണ്, അതെല്ലാം ക്ഷേത്രമാണ്. അതിലെല്ലാം സർവക്ഷേത്രേഷു മാം അഭി, എന്നെ തന്നെ ക്ഷേത്രജ്ഞനെന്ന് ത്വം വിദ്ധി, നീ അറിഞ്ഞാലും. അപ്പം സകല ജീവജാലങ്ങൾക്കുമൊക്കെ എന്തുണ്ട്? ഞാൻ എന്ന ഒരു ബോധമുണ്ട്. ആ ജീവജാലങ്ങളുടെ ഞാൻ എന്ന ബോധമാണ് പ്രപഞ്ചേശ്വരൻ. ആ ജീവചൈതന്യമാണ് ഞാൻ. ക്ഷേത്രജ്ഞയോഹോ ജ്ഞാനം. ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും ഈ രണ്ടും, ആ അറിവ്, ജ്ഞാനം, യാതൊന്നാണോ തത് ജ്ഞാനം, അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഭഗവാൻ ഇത്ര കൊണ്ട് അർജുനന് തൃപ്തിയാവില്ല, നമുക്കും തൃപ്തിയാവില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നു, ഞാൻ ഇതിനെ ഇനി നിനക്ക് വിസ്തരിക്കാം.
മനുഷ്യ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ വിസ്താരമാണ്. എണ്ണി എണ്ണി ഭഗവാൻ പറയുകയാണ്. ഈ എണ്ണി എണ്ണി വിസ്തരിച്ച് പറഞ്ഞിട്ട് പറയാം, ഞാനിത് ചുരുക്കിയിട്ടാണ് പറഞ്ഞത് എന്ന്. അപ്പോൾ ഇതറിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ഈ ക്ഷേത്രത്തിൻ്റെ രഹസ്യം അറിയാം, ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെയും കാര്യങ്ങളുമൊക്കെ. ഇതിൽ നിന്നാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് ഉത്സവമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക്, കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ ആചാരവിധികളും ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിനെല്ലാം മറ്റ് നോർത്തിലെ ക്ഷേത്രങ്ങളെ പോലെയല്ല. ഇവിടെ എല്ലാം അതിന് വിസ്തരിച്ചുള്ള പലതും എല്ലാം തന്നെ ഈ വേദാന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ കാരണം ശങ്കരാചാര്യരാണ് ഇതിന് ഒരു ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സത്യത്തെയാണ് അതിലൂടെ, ആ ആരാധനാക്രമത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ എവിടെയൊക്കെയോ വെച്ചിട്ട് അതിന് പലതരത്തിലുള്ള ലോപങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഭഗവാൻ തുടരുന്നു 4-ാമത്തെ ശ്ലോകം കൊണ്ട്. തക്ഷേത്രം യാദൃക്ച യദ്വികാരി യദശ്ച തത് സചയോ യത്പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. തത് ക്ഷേത്രം യത് ച യാദൃക് ച യദ് വികാരി യദശ്ച യത് സച യഃ യത് പ്രഭവശ്ച തത് സമാസേന മേ ശൃണു. സമാസേന മേ ശൃണു, ചുരുക്കി ഞാൻ പറയാം. എന്തിനെക്കുറിച്ച്? തത് ക്ഷേത്രം, ആ ക്ഷേത്രം, യത് ച യാദൃക് ച, ആ ക്ഷേത്രം എന്താണ്? യാദൃക് ച, അതെങ്ങനെ ഇരിക്കുന്നതാണ്? യത് വികാരി, അതിനെന്തെന്ത് വികാരങ്ങൾ, മാറ്റങ്ങളുണ്ട് ആ ക്ഷേത്രത്തിന്. അതും യത് ച, അതും. ഇതിനി യാതൊന്നിൽ നിന്നാണ് ഉണ്ടായത്, അതിനെക്കുറിച്ചും സഹ. യത് പ്രഭാവ, ഇതിൻ്റെ പ്രഭാവം. തത് സർവം സമാസേന മേ ശൃണു, അതെല്ലാം തന്നെ എന്നിൽ നിന്ന് നീ മനസ്സിലാക്കിയാൽ. അപ്പം ക്ഷേത്രത്തെ ഭഗവാൻ വിസ്തരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആരാധനാലയത്തിലേക്ക്, ഭഗവാന്റെ സങ്കേതം എന്ന് പറയുന്ന ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ചില തയ്യാറെടുപ്പുകൾ എന്ന നിലയിൽ പലതും ആവശ്യമായി വരുന്നത്. നോക്കാം എന്താണ് ഭഗവാൻ പറയാൻ പോണത്. 5-ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നു. അതിന് വീണ്ടും എങ്ങനെയുള്ളതാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് പറയാം. ഋഷിഭിർ ബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥഗ് ബ്രഹ്മസൂത്രപദശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ. ഋഷിഭിർ ബഹുധാ ഗീതം ഛന്ദോഭിർ വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈഃ ച ഏവ ഹേതുമദ്ഭിഃ വിനിശ്ചിതൈഃ. ഋഷിഭിഃ, ഋഷിമാരാൽ, ഋഷികളാൽ, ബഹുധ, അനേക പ്രകാരത്തിൽ, വിവിധൈഃ ഛന്ദോഭിഃ, വിവിധങ്ങളായിട്ടുള്ള ഛന്ദസ്സുകളാൽ. ഛന്ദസ് എന്ന് പറഞ്ഞാൽ അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ്, ഗദ്യം, പദ്യം, ഗാനം, ഇങ്ങനെയുള്ള പല മീറ്ററുകളിൽ. ഋഷിഭിഃ, അനേകം ഋഷീശ്വരന്മാരാൽ, ബഹുധാ വിവിധൈഃ ഛന്ദോഭിഃ, അനേക പ്രകാരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഛന്ദസ്സുകളോടുകൂടി, പൃഥക്, വെവ്വേറെ. ഹേതുമദ്ഭിഃ, ഹേതു, ഉദാഹരണം, നിഗമനം ഇത്യാദികളിലൂടെ എന്ന് പറഞ്ഞാൽ യുക്തിയുക്തമായി. വിനിശ്ചിതൈഃ, നന്നായി നിശ്ചയിച്ചുറപ്പിച്ച്
ഇന്ന വിധത്തിൽ എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം എടുത്തു പറയുന്നു. ബ്രഹ്മസൂത്ര പദൈഹീച്ച, വ്യാസർ തന്നെയാണ്, വ്യാസരുടെ കൃതിയാണ് ബ്രഹ്മസൂത്രം. വേദത്തിൻ്റെ സമസ്ത താത്പര്യത്തെ സൂത്രരൂപത്തിൽ അവതരിപ്പിച്ചത്. സൂത്രം എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ്. ബ്രഹ്മസൂത്രത്തിൻ്റെ താത്പര്യം, സൂത്രങ്ങളുടെ താല്പര്യം, സൂത്രരൂപത്തിൽ ഗ്രന്ഥം രചിക്കുന്നതിൻ്റെ താല്പര്യം. ഇപ്പം നാരദ ഭക്തിസൂത്രം, ശാണ്ഡില്യസൂത്രം, ബ്രഹ്മസൂത്രം, യോഗസൂത്രം, കർമ്മസൂത്രം, ധർമ്മസൂത്രം. എന്താ ഈ സൂത്രം എന്ന് പറഞ്ഞാൽ? സൂത്രം എന്ന് പറഞ്ഞാൽ ചരട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതാണെങ്കിൽ, മഹത്തായ ആശയങ്ങളെ ക്രോഡീകരിച്ച് ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി വാക്കുകളെ അങ്ങനെ എന്താ പറയുക, ക്രിസ്പാക്കിയിട്ട് അവതരിപ്പിക്കുന്ന. ഇപ്പോൾ ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നത് തന്നെ അധാതോ ബ്രഹ്മജിജ്ഞാസ, അധ, അനന്തരം, മംഗളാർത്ഥം. ഇങ്ങനെ അധശബ്ദത്തിന് വ്യാഖ്യാനിക്കാനുണ്ട് കുറേ. വീണ്ടും അധ ഹേതുവായിട്ട്, അത് ഹേതുവായിട്ട്. ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്ത. അപ്പോൾ അതിൽ ചോദ്യ ഉത്തരങ്ങളെല്ലാം ഉണ്ട്. ഏത് ഹേതുവായിട്ട്, ഏതിന് അനന്തരം. അപ്പോൾ ഇതെല്ലാം തന്നെ അതിൽ എന്താ പറയുക, ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെ സൂത്രരൂപത്തിൽ, അതാണ് ഈ സൂത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നാരദ ഭക്തി സൂത്രം, അധാതോ ഭക്തിം വ്യാഖ്യാസ്യാമഹ, അങ്ങനെ അത് തുടങ്ങുന്നത്. അനന്തരം ഇതാ ഞങ്ങൾ ഭക്തിയെ വ്യാഖ്യാനിക്കാം. അനന്തരം ഏത് ഹേതുവായിട്ട്, എന്ത് ഹേതുവായിട്ട്, ഭക്തിയെ, അങ്ങനെ കുറേ ഉണ്ട്. അത് യോഗാനുശാസനം, യോഗസൂത്രം ആരംഭിക്കുന്നത്. അധശബ്ദത്തോടു കൂടി ആ സൂത്രങ്ങളെല്ലാം ആരംഭിക്കുക. അധത്തിന് മംഗളം എന്നുള്ള അർത്ഥമുണ്ട്. അനന്തരം ഹേതുവായിട്ട്. അപ്പം ഇങ്ങനെ ബ്രഹ്മസൂത്ര പദങ്ങളെ കൊണ്ട്, ബ്രഹ്മസൂത്ര പദൈഹിച്ച, ഏതിനെ ഈ ക്ഷേത്രത്തിൻ്റെ സ്വരൂപത്തെ ഗീതം പറയപ്പെട്ടിട്ടുണ്ട്, പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? മനുഷ്യ ശരീരമാകുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തെ അറിയുമ്പോഴാണ് ബാഹ്യമായ ക്ഷേത്രം. അപ്പോൾ മനുഷ്യ ശരീരവും ബാഹ്യക്ഷേത്രവും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം നമുക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അതിലെ ഓരോ അംഗങ്ങളും, ബാഹ്യ അംഗങ്ങൾ മാത്രമല്ല, എന്തൊക്കെ കൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത്, അതുപോലെ ക്ഷേത്രങ്ങൾക്കും ഉണ്ട് കുറേ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ. നോക്കാം. അടുത്ത 6, 7, 2 ശ്ലോകങ്ങൾ ഈ ഇവിടെ ചതുർവിംശതി തത്വം, 24 തത്വങ്ങളെ, ഇതൊക്കെ വളരെ ഇതായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ മനുഷ്യ ശരീരത്തെയാണ് ഇവിടെ ഭഗവാൻ വിസ്തരിക്കുന്നത്. അപ്പോൾ ആ ചതുർവിംശതി തത്വപ്രകാരേണ ഈ മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളിലൊക്കെ കാണും. ഇവിടെ അതിനെ ഓരോന്നിനും എണ്ണി പറയുക. എന്തൊക്കെയാണ് ആ 24 ചതുർവിംശതി തത്വത്തെ പറയുന്നു? ഇങ്ങനെ 24 തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ രാമായണം. രാമായണത്തിൻ്റെ ശരിയായ പേര് എന്താണെന്നറിയും? ചതുർവിംശതി സാഹസ്രി എന്നാണ്. 24 അക്ഷരങ്ങളാണ് ഗായത്രി. 24 തത്വങ്ങളാണ് നമ്മുടെ ശരീരം. ഈ 24 തത്വങ്ങളെ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഗായത്രിയുടെ 24 അക്ഷരങ്ങളുടെ വിസ്താരമാണ് രാമായണം എന്ന് പറയും. അതുകൊണ്ട് രാമായണത്തിൻ്റെ പേര്, വാത്മീകി രാമായണത്തിൻ്റെ പേര് ചതുർവിംശതി സാഹസ്രി എന്നാണ്. മഹാഭാരതത്തിൻ്റെ പേര് ജയം എന്നാണ്. അപ്പോൾ 24,000 ശ്ലോകങ്ങൾ എന്നാണ്. ചതുർവിംശതി എന്ന് പറഞ്ഞാൽ 24, സാഹസ്രി എന്ന് പറഞ്ഞാൽ 24 കൂടെ 1000 കൂടെ, അപ്പോൾ 24,000. ഇവിടെ 24 തത്വങ്ങളാണ്. ചതുർ 4, വിംശതി 20. ഇങ്ങനെ ഏകോനവിംശതി എന്ന് പറഞ്ഞാൽ എത്ര? 19. 20-ൽ നിന്ന് 1 കഴിച്ചാൽ. നല്ല രസമാണ് സംസ്കൃതത്തിലെ ഈ ശബ്ദങ്ങൾ, ഈ അക്ഷരസംഖ്യ പറയുന്നത്. അഷ്ടാവഷ്ടസഹസ്രദ്വേ ശതാധിക്യ 16,108. ഏതായാലും ഈ ചതുർവിംശതി തത്വത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു മനുഷ്യ ശരീരത്തിൽ. സന്ദർഭവശാൽ രാമായണം ഇങ്ങനെയാണ്, ഗായത്രി ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്, അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ല ഇത് തോന്നിയതുപോലെ എന്തെങ്കിലും അല്ല. അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതൊക്കെയാണ് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ എന്തൊരു ഗംഭീരമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയായിരുന്നു അവർക്ക്. അതൊക്കെ പഠിക്കുകയും അതിനനുസരിച്ച് അതിനെയൊക്കെ ഉൾക്കൊള്ളുന്നതിനും പകരം ഈ ഉത്സവം എന്നും പറഞ്ഞ് വെടിയും പൊട്ടിച്ച് കുറേ ഗാനമേളയും നടത്തി തല്ലി കുറേ കോപ്രാട്ടിത്തരങ്ങളും കാണിച്ച് 4 അക്ഷരം പഠിക്കുക ഇതിനെക്കുറിച്ച്. എന്നിട്ട് സനാതന ധർമ്മി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കുറേ ജയ് വിളിക്കുക. ഇതെന്തെങ്കിലും അറിയുമോയെന്ന് ചോദിച്ചാൽ ഭയങ്കര എന്താ പറയുക ആവേശമാണ് സനാതന ധർമ്മം എന്നൊക്കെ പറയാൻ. അതെങ്ങനെ എഴുതുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ധനം എന്നാണോ ധനം എന്നാണോ ഏതാ എടുക്കേണ്ടത്? തവളയുടെ തായാണോ ദാമോദരൻ്റെ ദായാണോ? മദളമാണോ? എന്തെങ്കിലും ആവട്ടെ. എന്തായാലും നമുക്ക് ഈ തത്വം നോക്കാം. 24 എണ്ണം എന്താണ്? 6-7 ശ്ലോകങ്ങൾ. മഹാഭൂതാന്യഹങ്കാരഃ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ ഇച്ഛാ ദ്വേഷസുഖം ദുഃഖം സംഘാതഛേദനാധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. ഇത് അതിഗംഭീരമായൊരു പഠനമാണ്. പഠനവും അനന്തരം ഇതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് മനുഷ്യ ശരീരം എന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെയൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ മുതൽ തുടങ്ങിയിട്ടുണ്ടല്ലോ മുകളിലേക്കും. നമ്മുടെ സ്കെൽട്ടനൊക്കെ എടുത്തു വെച്ചും നമ്മുടെ ആന്തരിക അവയവങ്ങളെക്കുറിച്ചും അതിനെ വരയ്ക്കാനും അല്ലേ, ഹൃദയമൊക്കെ നേരാവണ്ണം വരയ്ക്കാൻ ക്ലാസ്സിൽ ഏതോ 1-2 ആളുകൾക്കേ അറിയുള്ളൂ. നമ്മളൊക്കെ വരച്ചു കൊണ്ടുപോകുന്ന ഹൃദയം കാണുമ്പം ഹൃദയമുള്ള ആരും സഹിക്കില്ല. പിന്നെ അതിൽ ധമനികളൊക്കെ വരയ്ക്കണമെങ്കിലോ ഇന്നൊക്കെ കുറേയും കൂടെ എളുപ്പമുള്ള പല പരിപാടികളുണ്ട്. അന്നൊന്നും അങ്ങനെയല്ലല്ലോ, കുത്തിയിരുന്ന് വരയ്ക്കേണ്ട. കിഡ്നിയൊക്കെ പിന്നെ എളുപ്പത്തിൽ അങ്ങോട്ട് വരച്ചതാക്കാം.
ഈ വൻകുടലും ചെറുകുടലും നമ്മുടെയൊക്കെ കുടൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ജാതി വരച്ചിട്ടുള്ളത്. കുടലിങ്ങനെ വന്ന് ഈ ബുക്ക് അതിന് കൃത്യമായിട്ടൊരു എവിടുന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നൊരു ലക്കുലകാനുമില്ല. ഇത് പരീക്ഷയിൽ കാണാതെ വരയ്ക്കുമ്പോഴാണ് അതിലേറെ കോമഡി. നോക്കി വരയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ട്. പിന്നെ ഈ നോക്കി വരയ്ക്കുന്നതിന് നമ്മൾ പല പല വിദ്യകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒറിജിനൽ നോട്ടിനെ ആ ടെക്സ്റ്റിനെ അടിയിൽ വെച്ച് മുകളിലിങ്ങനെ അല്പം എണ്ണമയമൊക്കെ വരുത്തി ഒരു ട്രേസിങ് പേപ്പർ പോലെ ആക്കി വരയ്ക്കുക, നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പെൻസിൽ വെച്ച് വരയ്ക്കുക. അപ്പോൾ കുറേ ക്ലിയറായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ പഴയ വിദ്യകൾ. എന്തായാലും ഇവിടെ ഇതാ വിസ്തരിക്കാൻ പോവുക. എന്തൊക്കെയാണ്? മഹാഭൂതാന്യഹങ്കാരഃ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. എന്തൊക്കെയാണ്? മഹാഭൂതാനി എത്ര എണ്ണമുണ്ട്? 5. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പഞ്ചമഹാഭൂതാനി നമ്മുടെ ശരീരത്തിൽ. പിന്നെയോ അഹങ്കാരം. എന്താണ് അഹങ്കാരം? അഹംബോധം, ഞാൻ എന്നത്. അല്ലാതെ ഇയാളൊരു അഹങ്കാരിയാണ്, അവളൊരു അഹങ്കാരിയാണ്, അതല്ല. ഇതെല്ലാവർക്കും ഉള്ളതാണ്. അഹമെന്ന ബോധം, ഞാൻ. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് മഹത്തത്വ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം പുസ്തകങ്ങളിൽ. മറ്റൊരു പേരാണ്, മഹത്തത്വമാണ്. എല്ലാറ്റിൻ്റെയും എല്ലാവരുടെയും കേന്ദ്രമാണത്. അപ്പോൾ പഞ്ചമഹാഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അതിൻ്റെ ക്രമവും അങ്ങനെ തന്നെയാണ്. ഏതസ്മാത് ആത്മന ആകാശ സംഭൂത. സൃഷ്ടിയുടെ ആദ്യത്തേത് അതാണ്, ആകാശ സംഭൂത. ആകാശമാണ്. ആകാശാദ് വായു, ആകാശത്തിൽ നിന്ന് വായു. വായോരഗ്നി, വായുവിൽ നിന്ന് അഗ്നി. അഗ്നേരാപ, അഗ്നിയിൽ നിന്ന് ജലം. അദ്ഭ്യ പൃഥിവി, ജലത്തിൽ നിന്ന് ഭൂമി. പിന്നെയാണ് ഭൂമേരോഷധയ, സസ്യജാലങ്ങൾ, അതിൽ നിന്ന് അന്നം, പിന്നെ ജീവജാലങ്ങളുടെ അങ്ങനെ ഒരു ക്രമം പറയും. അപ്പോൾ ഇവിടെ പഞ്ചമഹാഭൂതങ്ങൾ, പിന്നെയോ ഞാൻ എന്ന ബോധം. ഇപ്പം എത്രയായി? 6 ബുദ്ധി. എന്താണ്? കാര്യകാരണ വിചാര ശക്തി, ബുദ്ധി. പദാർത്ഥ അവഗമനേ എന്ന് പറയുന്ന ബുദ്ധി. പിന്നെയോ അവ്യക്തം. ഈ അവ്യക്തമാണ് മൂലപ്രകൃതി എന്ന് പറയും. അവ്യക്തത്തിലാണ് നമ്മൾ ഗാഢസുഷുപ്തി അനുഭവിക്കുന്നത്. അപ്പോൾ പഞ്ചമഹാഭൂതാനി 5, അഹങ്കാരം 6, ബുദ്ധി 7, അവ്യക്തം 8, ദശം ഇന്ദ്രിയാണി 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. എന്തൊക്കെയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ നമ്മുടെ ശിരസിൽ തന്നെയാണ് ഇതെല്ലാം. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ത്വക്ക് പിന്നെ സർവത്ര വ്യാപിച്ചിരിക്കുന്നുണ്ട്. ഇത് 5 ജ്ഞാനേന്ദ്രിയം. പിന്നെ 5 കർമ്മേന്ദ്രിയം. വാക്ക്, ശബ്ദം ഉണ്ടാക്കുന്ന വാഗേന്ദ്രിയം. പാണി, കൈകൾ. പാദം, കാലുകൾ. പായു, ഉപസ്ഥം, 2 വിസർജനേന്ദ്രിയങ്ങൾ. മലമൂത്രാദികൾ, രേതസ് ഉൾപ്പെടുന്ന, അതൊക്കെ വിസർജനമായിട്ടാണ് പരിഗണിക്കുന്നത് ശാസ്ത്രത്തിൽ. അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ചേർത്ത് ഇന്ദ്രിയാണി
ഏകം ച ഇന്ദ്രിയാണി ഏകം ച, ഇന്ദ്രിയങ്ങൾ. പിന്നെ ഏകം ച എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്. അതെന്താ? മനസ്സ്. അപ്പം എന്തൊക്കെയായി? പഞ്ചമഹാഭൂതാനി 5, അഹങ്കാരം 1, 6, ബുദ്ധി 1, 7, അവ്യക്തം 8, 10 ദശേന്ദ്രിയാണി 18, ഏകം ച മനസ്സ് 18 1 19. പിന്നെയോ ഇന്ദ്രിയ ഗോചരാഹ 5, ഇന്ദ്രിയങ്ങൾക്കുള്ള വിഷയങ്ങൾ. അതെന്തൊക്കെയാ? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. കുതിരകളതാണ്. അപ്പം ശബ്ദസ്പർശ രസരൂപഗന്ധാദികളാകുന്ന ഇന്ദ്രിയ ഗോചര എന്നാണ്. ഗോചരം അതിന് ചരിക്കാനുള്ളതാണ്. കഠോപനിഷത്തിൽ യമധർമ്മൻ പറയുന്ന രഹസ്യമുണ്ട്. ഇതാണ്: ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹുഃ വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ. എന്ത് മനോഹരമായിട്ടുള്ള വർണ്ണനയാണെന്നറിയത്. ആത്മാനം രഥിനം വിദ്ധി, ആത്മാവിനെ, ഇവിടെ പറഞ്ഞ അഹമെന്ന ബോധത്തെ, രഥിനം വിദ്ധി രഥത്തിൻ്റെ ഉടമസ്ഥനായി അറിയാം. ശരീരം രഥമേവതു, ഏതൊന്നിനെയാണോ ക്ഷേത്രം എന്ന് പറഞ്ഞത് അത് മൊത്തം എന്താണ്? ശരീരം. രഥമേവതു, രഥമായിട്ട് കാണും. അപ്പം ക്ഷേത്രമായി ശരീരത്തെ കൽപ്പിച്ച അതുപോലെ തന്നെ മറ്റൊരിടത്ത് രഥമായിട്ട് ശരീരത്തെ കൽപ്പിക്കുന്നു. ആ രഥം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം. ആ രഥത്തിൽ നിന്ന് ഭഗവാൻ അർജുനനെ ബലമായി ഇറക്കുന്നുണ്ട്. ഇറങ്ങിയതോടുകൂടി ആ രഥം കത്തിച്ചാമ്പലാവും. അർജുനൊന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ മൃത്യു. അവിടെ ഭഗവാനോടൊപ്പം എന്ന് പറയുന്ന ഒരു ഭഗവാനുണ്ട്, ചേരലുണ്ട്. ഇറങ്ങാൻ പറയുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശങ്കരാചാര്യർ തത്വബോധത്തിൽ ഈ എന്താ പറയുക, സാധനാപഞ്ചകത്തിൽ പറയും, നിജഗൃഹാസ്തൂർണം വിനിർഗമ്യതാം, വീട് വിട്ടിറങ്ങുക. ഈ നമ്മുടെ നവദ്വാരേ പുരേ ദേഹി, 9 ദ്വാരങ്ങളുള്ള പുരത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ഒരു ദിവസം അവിടുന്ന് വിട്ടിറങ്ങണം. അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിശീലിക്കണം. അതിങ്ങനെ ഇറങ്ങിക്കേറി. അപ്പോൾ അവിടെ അർജുനനെ ഭഗവാൻ ആ രഥം, എന്താണ് രഥം? ശരീരം രഥമേവത്തു. അവിടെ ശരീരവുമായി ബന്ധമില്ലാത്തൊരാളുണ്ട്, ആത്മാ. അവിടെ രഥത്തിൻ്റെ ഉടമ അർജുനനാണ്, ഭഗവാൻ തേരാളിയാണ്. അതാരാണ്? ബുദ്ധിം തു സാരഥിം വിദ്ധി, ബുദ്ധിയാണ് തേരാളി. മനഃപ്രഗ്രഹമേവച്ച, മനസ്സാണ് കടിഞ്ഞാൺ. ഇന്ദ്രിയാണി ഹയാനാഹു, ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. വിഷയാൻ തേഷു ഗോചരാൻ, ഇവിടെ പറയുന്നു ഗോചരാൻ, വിഷയങ്ങളാകുന്നു ഗോചരങ്ങൾ. അപ്പോൾ ഓരോ കുതിരകൾ പോകുന്നത് ശബ്ദത്തിലും സ്പർശത്തിലും രസത്തിലും രൂപത്തിലും ഗന്ധത്തിലുമാണ്. ഇവിടെ പറയുന്നത് എന്താ? ഇന്ദ്രിയ ഗോചര. അവിടെ ഇന്ദ്രിയാണി ഹയാനാഹു, ഇന്ദ്രിയങ്ങളെ കുതിരകളായി അറിയണം. അവിടുന്ന് നമ്മൾ അശ്വമേധം പഠിക്കേണ്ടത് എന്താണെന്ന്. യാഗാശ്വത്തെ പിടിച്ചു കെട്ടുക. ഇന്ദ്രനാണ് അത് പണി ചെയ്യുന്നത്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഇന്ദ്രനാണ് യുദ്ധം ചെയ്യുക. മനസ്സിനോടാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. യാഗാശ്വത്തെ പിടിച്ച് കെട്ടാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളത് എന്താണ്?
നമ്മുടെ ഇന്ദ്രിയങ്ങളെ തളയ്ക്കാൻ പോകുന്ന വിഷയങ്ങളില്ല എന്നുള്ളത് തന്നെ. ഏതെങ്കിലും ഒരു സിനിമാ നടന് ലഹരി ഉപയോഗിച്ചു അല്ലെങ്കിൽ കുറ്റിവീടി വലിച്ചു, അതിന് ഞാനും വലിക്കണം? നമുക്ക് നമ്മളിൽ നിയന്ത്രണമുണ്ടോ? വയലാറിൻ്റെ ഒരു ഗംഭീര വരികളുണ്ടല്ലോ, ആർക്കാണ് എൻ്റെ ഈ കുതിരയെ പിടിച്ച് തളയ്ക്കാനുള്ള ധൈര്യമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതിനായി യുവരാജാവ് അശ്വമേധം നടത്തണമെന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. രാജാവാകുന്ന ഒരാൾ ഈ പല മോഹങ്ങളിൽപ്പെട്ട് അതിൽപ്പെട്ട് ഉഴലരുത്. ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. സിംബോളിക്കായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കും വെറുതെ ഒരു കുതിരയെ അഴിച്ചുവിടുക, സിംബോളിക്കായിട്ടാണ്. എൻ്റെ ഇന്ദ്രിയങ്ങളെ ഏത് വഴിയിൽ അഴിച്ചു വിട്ടാലും, എൻ്റെ മുന്നിൽ എന്തൊക്കെ ചേഷ്ടകൾ ആരൊക്കെ നടത്തിയാലും, എൻ്റെ സമ്മതമില്ലാതെ, എൻ്റെ അറിവില്ലാതെ ഒന്നും നടക്കില്ല. പണ്ട് ഏതോ സിനിമയിൽ ഇങ്ങനെ ആ ഇന്നസെൻ്റ് പറയുന്ന എന്നിട്ട് അത് തന്നെ എന്തും പോന്നോട്ടെ എന്ന് പറയാം. യേശില്ല. അങ്ങനെ ആവണം. അതാണ് അശ്വമേധം. അപ്പോൾ ഇവിടെ ഇന്ദ്രിയഗോചര പഞ്ച, അപ്പോൾ 5 കൂടെ ആയാൽ എത്രയായി? 24. ഇനി ഈ 24ൻ്റെ കൂടെ അഡീഷണലായിട്ട് 7 വികാരങ്ങളും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ശരീരം. പറയാം, അതാണ് എന്ന് സംഗ്രഹിച്ച് പറയുകയാണെന്ന് പറയാം. എന്തൊക്കെയാണ് ആ 7? ഇച്ഛ, ദ്വേഷ. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. നോക്കൂ, നിങ്ങൾ ഇത് വളരെ ഇവിടെയൊക്കെയാണ് നമ്മൾ ഗീതയിൽ സറണ്ടർ ചെയ്യുക. ഗീതയോടുണ്ടാവുന്ന റെസ്പെക്റ്റൊക്കെ ഇതാണ്. ഇത് നിങ്ങൾ ഈ ഗ്രന്ഥത്തെ ആദ്യമേ മനസ്സിലാക്കി തല്ലുകൂടാൻ ഒരു വൈഷമ്യം കാണിച്ച ഒരുത്തനെ അടിച്ചട ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ ആരോ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന ഒരു തല്ലിപ്പൊളി ഏർപ്പാടായിട്ടാണ് മനസ്സിലാക്കിയത് ബഹുഭൂരിപക്ഷം പേരും. അവർക്കിത് അങ്ങനെയാണ് ആവശ്യമായിട്ടുള്ളത്. അതാണോ ഇത്? നിങ്ങൾക്ക് ഇത്രയും 147 ദിവസമായി അങ്ങനെയാണോ മനസ്സിലാക്കിയത് എവിടെയെങ്കിലും? എന്ത് ഗംഭീരമായിട്ടുള്ളൊരു, എന്താ ഇതിൽ ഇല്ലാത്തത്? മനഃശാസ്ത്രമില്ലേ? ഇതാ ശരീരശാസ്ത്രം പറയും. ഈ ശരീരശാസ്ത്രത്തെ കേവലം അവിടെ വൻകുടലുണ്ട് ചെറുകുടലുണ്ട് എന്ന് പറയുകയാണോ? കുറേ കൂടെ ആഴത്തിലേക്കാണ് പറയും. നമ്മളെ അപഗ്രഥിക്കുന്ന, ഒരു മനുഷ്യ ശരീരത്തെ അപഗ്രഥിക്കുന്ന സമയത്ത് ഇച്ഛ, ആഗ്രഹം, സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളെയാണ് ഇനി 7 എണ്ണം പറയാൻ പോകുന്നത്. ഇച്ഛയുണ്ട്, ആഗ്രഹമുണ്ട്. അതെന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ദ്വേഷ, വിരോധമുണ്ട്. ഇഷ്ടമുണ്ട്, അനിഷ്ടമുണ്ട്. ദ്വേഷ. സുഖ, ദുഃഖ. സുഖമുണ്ട്, ദുഃഖമുണ്ട്. അത്രേ 4 എണ്ണമായി. ഇച്ഛ 1, ദ്വേഷം 2, സുഖം 3, ദുഃഖം 4. സംഘാതം, ഇന്ദ്രിയങ്ങളുടെ ചേർച്ച. ഒരു വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ചേരുന്നത്. കണ്ണ് കാണുന്നു, ഞാൻ കേൾക്കുന്നു, അതാണ് സംഘാതം. അങ്ങനെ 5 വ്യാപാരങ്ങളിൽ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളിൽ ഞാൻ നടക്കുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു, മറ്റ് സർജനാദി പ്രക്രിയകൾ ഉള്ള വ്യാപാരങ്ങൾ. കണക്ട് ചെയ്തിരിക്കുന്നതാണ് മനസ്സും ഇന്ദ്രിയങ്ങളും. അത് സംഘാതം. ചേതന, ജീവൻ. ധൃതി. ഇവിടെ ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓജസ്. എന്താ ഈ ഓജസ്? അതായത് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തിട്ടും അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വയ്യ, നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നു. ഇനി എന്താ ആവശ്യമുള്ളത്? നമുക്ക് വിശ്രമം വേണം. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങുന്നു. ഉറങ്ങി രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിയുമ്പോഴേക്കും എന്താണ്? നമുക്ക് പൂർവാധികം ശക്തിയായി, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ ആ ഇന്ദ്രിയങ്ങൾക്ക്
ശക്തി പ്രാപിക്കുന്ന ആ പ്രക്രിയയാണ്, ആ വീണ്ടും കിട്ടുന്നതിനെയാണ്, അതാണ് ഓജസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എന്ത് ധൃതി. ഇങ്ങനെ അപ്പോൾ ഇതെന്തായി? ഇച്ഛ 1, ദ്വേഷം 2, സുഖം 3, ദുഃഖം 4, സംഘാതം 5, ചേതന ജീവൻ 6, ധൃതി 7. ഇങ്ങനെ 7 സൂക്ഷ്മമായിട്ടുള്ള വികാരങ്ങൾ പറയണു. ഏതത് ഇത് പറയാ സവികാരം, ഇതെല്ലാം തന്നെ വികാരങ്ങളോട് കൂടിയിട്ടുള്ള, വികാരം എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമാണ്. ഏതത് ക്ഷേത്രം, ഇതാകുന്നു ക്ഷേത്രം ശരീരം എന്ന് സമാസേന ഉദാഹൃതം. ഇത് സംഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഗംഭീരമായിട്ട് ജ്ഞാനത്തിൻ്റെ 20 ലക്ഷണങ്ങൾ പറയുന്നു, അതിമനോഹരമായിട്ടുള്ള. ഈ അധ്യായം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അർജുന, ഞാൻ നിനക്ക് വീണ്ടും 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 പറഞ്ഞു തരാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.